നിതീഷ് കുമാർ രാജിവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കും എന്നുള്ളത് വ്യക്തമാണ്. അതിന് കാരണമാകുന്നത് JDU-യിൽ തന്നെ ഭിന്നിപ്പ് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. BJP-യെ പിന്താങ്ങുന്നതിൽ JDU MLA-മാരിൽ പലരും വലിയ രീതിയിലുള്ള സമ്മതമില്ലായ്മ അത് അറിയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നിതീഷ് കുമാർ തന്റെ പാർട്ടിയെ ആധികാരികമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരത്തെ അതിനകത്തുണ്ടായിരുന്ന ശരത് യാദവ് അദ്ദേഹത്തിനെ പുകച്ച് പുറത്തിയടിച്ചു. അതിനുശേഷം അദ്ദേഹം RJD-യുമായി ചേർന്നു. അത്തരത്തിലായിരുന്നു അവിടെ നീങ്ങിയത്. അതുപോലെ തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട നേതാക്കൾ JDU-യിൽ തന്നെ രൂക്ഷമായ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഇപ്പോൾ ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി JDU നേതാവിനെ തോൽപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമാണ്. JDU-ക്കകത്ത് കെട്ടുറപ്പില്ല. JDU-ക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന വിധത്തിലേക്ക് നീങ്ങുകയാണ്. LJP നേതാവായ ചിരാഗ് പാസ്വാൻ ഓടി നടന്ന് JDU നേതാക്കളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കലായിരുന്നു 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 5 ലോക്സഭാ MP-മാരുണ്ട്. അതേസമയം JDU-ന് 12 MP-മാരുണ്ട്. JDU-യും TDP-യുമാണ് മുഖ്യമായും NDA പക്ഷത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സഖ്യകക്ഷികൾ. എന്നാൽ നിലവിൽ JDU-യിൽ ഭിന്നിപ്പുണ്ടായാൽ MP-മാരും അതുപോലെ തന്നെ നിരവധിയായ MLA-മാരും പ്രത്യേക ബ്ലോക്ക് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിതീഷ് കുമാർ എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. അവർ RJD-യിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. RJD-യും JDU-യുമാണല്ലോ പ്രധാനമായും ബീഹാറിലെ വാദപ്രതിവാദങ്ങൾ നിയന്ത്രിക്കുന്നത്. BJP ആകട്ടെ കൂടുതൽ ശോചനീയ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ തവണത്തെ പ്രകടനം വെച്ച് നോക്കിയാൽ ഇത്തവണത്തേത് BJP-ക്ക് നഷ്ടങ്ങളാണ്. താരതമ്യേന കുറവാണെങ്കിൽ പോലും ബീഹാറിൽ പ്രതീക്ഷിച്ച വിജയം JDU-നോ BJP-ക്കോ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. BJP-ക്കും JDU-നും 4ഓളം സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ JDU-യിൽ ഭിന്നിപ്പുണ്ടായാൽ, നിതീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ BJP-ക്ക് മറ്റ് പോംവഴികൾ ഇല്ലാതെയാകും. വെറും ബീഹാർ രാഷ്ട്രീയത്തെ മാത്രമല്ല അവിടെ കണക്കിലെടുക്കേണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിൽ പോലും മോദിയെ താങ്ങി നിർത്തുന്നത് TDP-യും JDU-യും ആകയാൽ JDU-യിൽ എന്ത് പ്രശ്നം വന്നാലും അതിൽ BJP വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മുൻപത്തെക്കാളൊക്കെ ഏറെ വലുതായിട്ടുള്ള രീതിയിൽ 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അന്ന് JDU നേടിയത് 112 സീറ്റും BJP നേടിയത് 91 സീറ്റുമാണ്. അത്തരത്തിലായിരുന്നു അവരുടെ ഹൈപ്പ്. അന്ന് RJD തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. ലാലു പ്രസാദ് യാദവ് പറയുകയാണ്, തെറ്റ് തിരുത്താൻ ഇനിയും നിതീഷ് കുമാറിന് അവസരമുണ്ട്, വൈകിട്ടില്ല. അതേസമയം വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഇത്തരത്തിലേക്കുള്ള നീക്കമാണെങ്കിൽ തീർച്ചയായും JDU അംഗങ്ങൾ പാർട്ടി വിട്ടുപോയാൽ അത്തരത്തിലുള്ള നീക്കങ്ങളെ കുതിരക്കച്ചവടമായി പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ മോഹമായി കണക്കാക്കരുത്. അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മനസ്സിലാക്കണം എന്ന് നിതീഷ് കുമാറിനോട് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ്.